എസ് കെ ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവ്, സർക്കുലർ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എസ് കെ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പൂർണ്ണയിലൂടെ കുട്ടികൾക്ക് പ്രൊമോഷൻ നൽകുന്ന രീതി, കഴിഞ്ഞ അധ്യയന വർഷം പഠിച്ച ക്ലാസ്സിൽ നിന്നും പുതിയ അധ്യയന വർഷത്തിലേക്ക് ക്ലാസ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ എങ്ങനെയെന്നാണ് ഈ എപ്പിസോഡ് വിവരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇതിനു മുമ്പ് പുതിയ അധ്യയന വർഷത്തേക്കുള്ള ക്ലാസ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമേ പ്രൊമോഷൻ നടപടികളിലേക്ക് പ്രവേശിക്കാവൂ. ക്ലാസ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വിധം എങ്ങനെയെന്ന് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന വിധം, യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് സമ്പൂർണ്ണ ഓപ്പൺ ചെയ്യുക. ആ സമ്പൂർണ്ണയിൽ ഏറ്റവും മുകളിലായിട്ട് ക്ലാസ് ആൻഡ് ഡിവിഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തനത് സ്കൂളിലുള്ള കുട്ടികളുടെ ക്ലാസ് അനുസരിച്ചുള്ള ലിസ്റ്റ് ജാലകത്തിൽ വരും. സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫേഴ്സ്, അതായത് ജാലകത്തിൻ്റെ മുകളിലായിട്ട് സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫേഴ്സ് എന്നുള്ള ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ജാലകത്തിൽ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ എന്നുള്ള ഹെഡിങ്ങിൽ ഒരു ഫയൽ വരും. റീസൺ ഫോർ ദ ട്രാൻസ്ഫർ, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള കാര്യകാരണങ്ങളാണ് ഫയൽ ചോദിക്കുന്നത്. ആ ക്ലാസ് ട്രാൻസ്ഫറിൻ്റെ അവിടെ സെലക്ട് ചെയ്യുക. 3 ഓപ്ഷൻസ് നമുക്ക് കാണാം. 1 ക്ലാസ് ട്രാൻസ്ഫർ, 2 EHS എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, NHS നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഒന്നാമത്തെ ഓപ്ഷനായ ക്ലാസ് ട്രാൻസ്ഫർ, ഒരു ഡിവിഷനിൽ നിന്നും മറ്റൊരു ഡിവിഷനിലേക്ക് ഒരു കുട്ടിയെ മാറ്റണമെങ്കിൽ ക്ലാസ് ട്രാൻസ്ഫറാണ് സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷനായ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് സെലക്ട് ചെയ്യേണ്ടത്, EHS സെലക്ട് ചെയ്യേണ്ടത്, ഒരു കുട്ടിക്ക് പ്രൊമോഷൻ കിട്ടുന്നു, ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നു എങ്കിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ EHS ആണ് സെലക്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഓപ്ഷനായ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, കുട്ടിക്ക് പ്രൊമോഷൻ ഒന്നും കിട്ടുന്നില്ല, പ്രൊമോഷൻ ഇല്ല, അതാണ് NHS സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് EHS സെലക്ട് ചെയ്യുന്നു. ശേഷം സെലക്ട് എ ക്ലാസ്, ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കാണോ നമ്മൾ പ്രൊമോഷൻ കൊടുക്കുന്നത്, സ്കൂളിലെ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും പ്രൊമോഷൻ കൊടുക്കണം. ഇവിടെ ഉദാഹരണമായിട്ട് നമ്മളൊരു ക്ലാസ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് എ ക്ലാസ്, 4ാം ക്ലാസ് സെലക്ട് ചെയ്തു. സെലക്ട് എ ഡിവിഷൻ, കഴിഞ്ഞ വർഷത്തെ ആ സ്കൂളിലെ 4ാം ക്ലാസ്സിൽ നിലവിലുള്ള ഡിവിഷൻസിൻ്റെ പേര് ലിസ്റ്റാണ് അവിടെ വന്നിരിക്കുന്നത്. 4A 2024-25, 4B 2024-25. നമ്മൾ സെലക്ട് ചെയ്യുന്നു, 4B സെലക്ട് ചെയ്യുന്നു. 4Bയിൽ സെലക്ട് ചെയ്യുമ്പോൾ സമ്പൂർണ്ണ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 4Bയിലെ കുട്ടികളുടെ ലിസ്റ്റാണ് ജാലകത്തിൽ വരുന്നത്. അവിടെ അഡ്മിഷൻ നമ്പർ, കുട്ടിയുടെ പേര്, സ്റ്റുഡൻറ്റ് കോഡ്, ജെൻഡർ ഇതെല്ലാം ഉണ്ട്. വലതുവശത്തായിട്ട് സെലക്ട് എന്ന് പറഞ്ഞ് ടിക്ക് കോളം കാണാം. അവിടെ ശ്രദ്ധിക്കുക, എല്ലാ കുട്ടികളെയും ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയും ഇത് ഒഴിവാക്കണമെങ്കിൽ നോൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒഴിവായി, ടിക്ക് ഒഴിവായി, അൺലോക്കായി. അതേസമയം വീണ്ടും അത് ഓൾ ടിക്ക് നമുക്ക് കൊടുക്കാം. ഇനി ഏതെങ്കിലും കുട്ടികളെ, നമുക്കറിയാം ഡിവിഷൻ തിരിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റുന്നൊരു സാഹചര്യങ്ങളുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അങ്ങനെ കുട്ടികളെ മറ്റു ഡിവിഷനിലേക്ക് മാറ്റണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ടിക്ക് വന്നിരിക്കുന്നിടത്ത് സെലക്ട് ചെയ്താൽ അത് അൺലോക്ക് ആവും, ടിക്ക് മാറിക്കിട്ടും. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് കുട്ടികളെ അവിടെ നിന്ന് ഒഴിവാക്കാം. ഇനി അതുമല്ല, വളരെ കുറച്ച് കുട്ടികളെ മാത്രം ആ ക്ലാസ്സിൽ നിന്ന് മതിയെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള സെലക്ട് ചെയ്ത കുട്ടികൾക്ക് ടിക്ക് രേഖപ്പെടുത്തിയാൽ മതി. ഇങ്ങനെ ഏത് വിധേനയും ആ ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ ഓൾ കൊടുത്താൽ ഓൾ വരും, ദെൻ ടിക്ക് ഒഴിവാക്കണമെങ്കിൽ അത് വരും, സെലക്ട് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് സെലക്ട് ചെയ്യുക. ഓൾ ഉള്ള ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം താഴെ സെലക്ട് ഡെസ്റ്റിനേഷൻ ക്ലാസ് എന്ന് പറയുന്നു. ക്ലാസ് സെലക്ട് ചെയ്തു. 4ാം ക്ലാസ്സിലെ കുട്ടികളാണ്, ഓട്ടോമാറ്റിക്കായിട്ട് 5ാം ക്ലാസ്സിലേക്കാണ് വരുന്നത്, അതുകൊണ്ടാണ് 5 എന്നവിടെ ജാലകത്തിൽ കാണുന്നത്. ദെൻ തുടർന്ന് സെലക്ട് ഡെസ്റ്റിനേഷൻ ഡിവിഷൻ, ഏത് ഡിവിഷനിലേക്കാണ് ഇവർ പോകേണ്ടത്. ഒരു സ്കൂളിൽ ഒന്നിലധികം ഡിവിഷൻസ് ഉണ്ടാകാം, 2ലധികം ഡിവിഷൻസ്, ഏത് ഡിവിഷനിലേക്കാണ് ഈ കുട്ടി പോകേണ്ടതെന്നുള്ളത് രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അധ്യയന വർഷത്തിലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിവിഷനിലേക്ക് ആ കുട്ടികൾ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫറായിട്ട് ആ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. തുടർന്ന് ആ സ്കൂളിലെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളെ ഈ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത്
മുന്നോട്ടുള്ള നടപടികൾ നീക്കുക. താങ്ക് യു.